വൈപ്പിൻ ഗണേശോത്സവം 2026 സ്വാഗത സംഘ രൂപീകരണ യോഗം ഞാർക്കൽ പെരുമ്പിള്ളി ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്നു. വൈപ്പിൻ MLA ടോണി ചമ്മണി ഉദ്ഘാടനം ചെയ്തു. This news brought to you by Kalpaga Weddings, North Parur. ഗണേശ ഭക്തസംഗമം നടന്നു. ഈ വർഷത്തെ വിനായക ചതുർത്ഥി പ്രമാണിച്ച് ഗണേശോത്സവ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഗണേശ ഭക്തസംഗമം സംഘടിപ്പിച്ചു. വൈപ്പിൻകരയിലെ ക്ഷേത്രങ്ങൾ, വിവിധ ഹൈന്ദവ സംഘടനകൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 18, 19, 20 തീയതികളിൽ വൈപ്പിൻ ഗണേശോത്സവം 2026 എന്ന പേരിൽ ഈ വർഷത്തെ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ വിപുലമായ രീതിയിൽ നടത്തുന്നതിന് യോഗം തീരുമാനിച്ചു. വൈപ്പിൻ MLA ടോണി ചമ്മണി സംഗമം ഉദ്ഘാടനം ചെയ്തു. ഞാർക്കൽ ശ്രീ ബാലഭദ്ര ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ വൈപ്പിൻകരയിലെ 15 ക്ഷേത്രങ്ങളുടെ ഭാരവാഹികളും വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളും പങ്കെടുത്തു. ബഹുമാനപ്പെട്ട ബാലഗംഗാധരത്തിലെ ലോകമാന്യ ബാലഗംഗാധരത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിൽ മതവും സംസ്കാരവും എല്ലാം ചേർത്താണ് രാജ്യത്തെ ജനങ്ങൾ ഉദ്ദീപിച്ചത്. അത് ഗണേശോത്സവത്തിൻ്റെ ഭാഗമായി വീടുകളിലായിരുന്നത് പിന്നീട് തെരുവുകളിലേക്ക്, പൊതുവിടങ്ങളിലേക്ക് മാറ്റി ഒരു ജനകീയ അടിത്തറ, ഒരു ജനകീയ സ്വഭാവം ഗണേശോത്സവത്തിൽ വന്നു. സാധാരണ ഗണേശോത്സവം നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്നത് മുംബൈയിലെ വലിയ ആഘോഷയാത്രകളാണ്. അവിടെ ഹിന്ദി സിനിമാ താരങ്ങളടക്കം ജാതി മത വ്യത്യാസമില്ലാതെ അതിൽ അണിനിരക്കുമ്പോൾ ഇതിനൊരു മതനിരപേക്ഷ സ്വഭാവം കൂടി ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ജനകീയ ഉത്സവമാണ്. നമ്മുടെ സമൂഹമെല്ലാം കെട്ടിപ്പടുക്കുന്നത് വിശ്വാസത്തിലും ഭക്തിയിലും ആത്മീയതയിലും കൂടിയാണ്. ഇവിടെ എല്ലാ മതങ്ങളുടെയും എല്ലാ ആചാരങ്ങളും ഉത്സവങ്ങളെല്ലാം സാമൂഹിക സൗഹൃദം, നല്ല അന്തരീക്ഷം ഉണ്ടാകുക എന്നതിന് ഗുണകരമാവുന്ന വിശ്വസിക്കുന്ന പൊതുപ്രവർത്തനം. ബ്രഹ്മശ്രീ സുകുമാരൻ തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അത്ഭുതങ്ങളാകുന്ന ഫലങ്ങള് പ്രത്യക്ഷത്തിൽ കാണിക്കുന്ന ഒരു ദേവനാണ് ഗണപതി. ഈ ഗണപതി എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നല്ല, 40ഓളം ഗണപതിക്ക് പ്രമാണമുണ്ട്, ചരിത്രമുണ്ട്. 8 ഗണപതിക്ക് പൂജയുണ്ട്. നിത്യപൂജയുള്ളത് 8 ഗണപതിക്കുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ആരെയാണ് ഇപ്പോൾ പ്രധാനീകരിച്ച് ആരാധിക്കുന്നത്? ആദിമൂല മഹാഗണപതി. നമ്മളിപ്പോൾ ആരാധിക്കുന്ന, ആഘോഷിക്കുന്നെല്ലാം ആദിമൂല മഹാഗണപതിക്ക്. AV സഭ പ്രസിഡന്റ് KC ഗോപിയുടെ അധ്യക്ഷതയിൽ നടന്ന സംഗമത്തിൽ SNDP വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് TG വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. കേരള സ്റ്റേറ്റ് ഹിന്ദു ദേവസ്വം ബോർഡ് സെക്രട്ടറി TR ദേവൻ ആമുഖ പ്രസംഗം നടത്തി. സെപ്റ്റംബർ 14 ചതുർത്ഥി. സെപ്റ്റംബർ 14. അപ്പോൾ സെപ്റ്റംബർ 14 ആകുമ്പോൾ ചതുർത്ഥിക്ക് ശേഷമേ നമുക്ക് നിമജ്ജനം നടത്താൻ പാടുള്ളൂ ആചാരപരമായി. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഡേറ്റ് എടുത്തപ്പോൾ നമുക്കിപ്പോൾ അനുയോജ്യമായ ഒരു തീയതി നിമജ്ജനത്തിന് വേണ്ടി, പ്രതിഷ്ഠയ്ക്ക് വേണ്ടി കിട്ടിയത് സെപ്റ്റംബർ 18, 19, 20. 20-ാം തീയതി ഞായറാഴ്ച അല്ലേ മുരുക? 20 ഞായറാഴ്ച ഘോഷയാത്ര വെക്കാം എന്നുള്ള കണക്കൂട്ടലാണ്. ധീവരസഭ സംസ്ഥാന സെക്രട്ടറി KK തമ്പി, PV പവിത്രൻ, MS സത്യൻ, KP ശിവദാസൻ, പോൾ J മാമ്പള്ളി, KB മുരുകൻ, MK വിജയൻ, AK സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, ഞാർക്കൽ.